ഹലോ, ഇന്ന് ഞാനുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നതാ ഞങ്ങൾ പായസം വെക്കുകയാണ്. അപ്പോൾ ഞാനൂന് സേമിയ പായസം മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതുണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, അവളുടെ പപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രഭിയാണ് നമ്മുടെ ഇന്നത്തെ മാസ്റ്റർ ഷെഫ് കേട്ടോ. അപ്പോൾ സേമിയ അത് ഏകദേശം ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ സ്റ്റൂവിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ചിക്കൻ സ്റ്റൂം അതുപോലെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉച്ചയ്ക്കിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചിക്കൻ സ്റ്റൂം നെയ്ച്ചോറുമാണ് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഈവനിങ്ങിലേക്കാണ് നമ്മുടെ മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചിരിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉച്ചയാകുമ്പോൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനും കൊടുത്തു. അങ്ങനെ ഞാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് അതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പിന്നെ ഞങ്ങൾ പപ്പടം കൂടിയും അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം പപ്പടമൊക്കെ കൂട്ടിയിട്ട് ലാസ്റ്റ് ഞാനൊന്ന് ഒരു പിടി പിടിച്ചു. അപ്പോൾ അത് കണ്ടേരം ഇവർക്കും നല്ല എന്താ പറയുക പെട്ടെന്ന് കഴിച്ച് തീർക്കാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അതാ ഫുള്ള് ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് അവളതാ ചോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പായസം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ മോൾക്ക് ബലൂൺസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വെറുതെ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ അതാ വീർപ്പിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ പിന്നീടുള്ള പരിപാടി. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറ്റേന്ന് സ്കൂളുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പെൻസിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവളുടെ കാർഡിൽ ഒട്ടിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ കുറച്ച് പണിയെടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, ഒരു 70 കുട്ടികളുണ്ട്. അപ്പോൾ 70 കുട്ടികൾക്കും നമ്മളിത് കൊടുക്കണ സമയത്ത് അത് അറേഞ്ച് ചെയ്യണതിന് കുറച്ച് സമയം മെനക്കെടണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അതിനായിട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ പ്രഭിയാണ് ചെയ്യുന്നുണ്ടായേ. അതിൻ്റെ ഇടയിൽ അതാ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ അവിടെ വെച്ച് പിന്നെ കുറച്ച് ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അതിൽ കൂടിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈവനിങ്ങിലേക്കായിട്ട് ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബായ്.